അപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോ ഇറ്റ്സ് 3rd year ആണ്. അപ്പൊ ഞാൻ ചെല്ലുമ്പോ തന്നെ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജ് ഫുൾ അറിയാം. അതെന്താ ഗ്യാങ്സ്റ്റർ ആയിരുന്നോ? കൊച്ചു കുട്ട. ഞാൻ ചെല്ലുമ്പോ തന്നെ ഇച്ചനെ പറ്റി എനിക്ക് അറിയാം, കേട്ടിട്ടുണ്ട്. ഓ അത്ര ഫേമസ് ആ? നെഗറ്റീവ് പോസിറ്റീവ് നമ്മളിങ്ങനെ ഒരു പരിപാടിക്ക് പാട്ട് പാടാൻ വേണ്ടി കയറി. അപ്പൊ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിള്ളേരെല്ലാരും ഭയങ്കര കൂവലായിരുന്നു. അല്ല അങ്ങനെയല്ല, ചുമ്മാ ഓളം വെച്ച് ചുമ്മാ ഓളം വെക്കാൻ മാത്രം കയറുന്ന കുറെ പിള്ളേരുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ പാട്ട് പാടി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കൂവലായിരുന്നു. അപ്പൊ ഇച്ചയും ടീമും കൂടെ ബാക്കിൽ വന്ന് നിന്നിട്ട് ഹീറോയോ? ചുമ്മാ അതൊക്കെ ഇപ്പൊ ചാളിയൊന്നും വിടാതിരിക്കും. ഇത് ക്രിഞ്ചാണ്. പക്ഷെ ഇച്ച ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ കാണിച്ചു. അതായത് അവിടെ ഫുള്ള് സെറ്റ് ഇട്ട് വെച്ചായിരുന്നു. അതെ സംഭവിച്ചു കഴിഞ്ഞാ അവളൊന്ന് പോരും. നിങ്ങൾ രണ്ടുപേരും കൂടി അവളെ റാഗ് ചെയ്യണം. റാഗ് ചെയ്ത് കരയിക്കണം. പറയാനൊരു ധൈര്യക്കുറവ്, നേരിട്ട് പറയാനൊരു ധൈര്യക്കുറവ്. അപ്പൊ ഒന്ന് കോളേജ് ചേട്ടന് എപ്പോഴും ഇഷ്ടം തോന്നി? ആദ്യം ഇഷ്ടം അങ്ങനെ നേരത്തെ തോന്നിയിരുന്നു. പിന്നെ കുറച്ച് പരിചയപ്പെട്ടു വന്നു കഴിഞ്ഞപ്പം അങ്ങനെ അപ്പൊ ഞങ്ങള് മരത്തിന്റെ ചുവട്ടില് നിക്കുന്നു. ഇച്ചനോട് വീണ്ടും പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു ഇഷ്ടമല്ല. അത് എന്ത് സാധനം ചേച്ചി? ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പോവാന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് കയ്യില് ഇങ്ങനെ മുറുക്കൊക്കെ പിടിച്ചേക്കുവാ. ഞാൻ അതുവരെ കാണാത്തൊരു വൃട്ടോച്ചേട്ടൻ, അതുവരെ പറഞ്ഞു കിട്ടൊരു വൃട്ടോ ഈ കൈ പിടിച്ച് ഇങ്ങനെ വലിച്ചു നിർത്തിയിട്ട് എന്നെ ഉമ്മ വെച്ച്. അവളൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഇച്ച ഡയറക്റ്റ് വന്ന് എന്റെ ഇവിടെ ഉമ്മ വെച്ച് പെട്ടെന്നായിരുന്നു. എന്നിട്ട് പറഞ്ഞു നീ പൊക്കോളാൻ. വിചാരം ഉമ്മ വെച്ച കൊച്ചുണ്ടാവുന്നായിരുന്നു. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഓണപ്പൂരം 2026 ആൻഡ് ഇറ്റ്സ് മീ ഹാജറ. ഇന്ന് എൻ്റെ കൂടെയുള്ള 2 കപ്പിള് അങ്ങ് ന്യൂസിലൻഡിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന 2 സ്പെഷ്യൽ ഗെസ്റ്റ് ആണ്. ഇവരുടെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ്. ഇവർ ഇതുവരെ എവിടെയും കൊടുത്തിട്ടില്ല. ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് ന്യൂസിലൻഡിൽ നിന്ന് വന്ന് 3 ദിവസമായുള്ളൂ ഞാൻ അങ്ങ് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ അങ്ങനെ വലിയ ഒരു ഇൻട്രോയുടെ ആവശ്യമൊന്നുമില്ല. ഇൻസ്റ്റഗ്രാം കത്തിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് കപ്പിൾ ബ്രിട്ടോ ആൻഡ് ടിൻഡു. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. അസ്സലാമലൈക്കും. സുറിയാനി പഠിച്ചോ? പഠിച്ചോ? സുറിയാനിയില് രണ്ടുപേരെങ്കിലും തെറ്റാണ്ട് പ്രാർത്ഥന ചൊല്ലാൻ പഠിച്ചോ? സുറിയാനിയില് പഠിച്ചില്ല. ജീവിച്ചു പോകുന്നു. എന്റെ അടുത്ത് ഞാൻ ഇന്റർവ്യൂക്ക് വിളിച്ചപ്പോ എന്നോട് ബ്രിട്ടോ ചേട്ടൻ പറഞ്ഞത് എന്ത് തന്നെയാണെങ്കിലും ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ഫാത്തിഹ ഓതിയിട്ടേ തുടങ്ങുള്ളൂ എന്നാ പറഞ്ഞത്. അത് ഹാജറയാണ്. അതെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാജരയ്ക്ക് ഒരു സന്തോഷാവാൻ വേണ്ടിട്ട് പഠിച്ചു വന്നിട്ട് ആദ്യം പതിവതും പിന്നെ ഞങ്ങളുടെ ഈശ്വര പ്രാർത്ഥന എല്ലാത്തിന്റെ ഒരു അവിയല് പരിപാടികള്. എന്താണ് നിങ്ങൾക്കൊരു എനർജി കുറവ്, ജലത? എനിക്ക് തോന്നുന്നു വന്നതിന്റെ ഒരു ക്ഷീണം, ഒച്ചയില്ലായ്മ. എനിക്ക് സൗണ്ട് പോയി. ഞാൻ ക്ലൈമറ്റിന്റെ പ്രശ്നം കൊണ്ട് ആർത്തി പിടിച്ച് മേടിച്ച് കുടിച്ചതാ അല്ല. ചുമ്മാ പറയുന്നുണ്ടോ. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ സോഡ കഴിച്ചു. അങ്ങനെ തണുത്തൊക്കെ വാരി വലിച്ച് കഴിച്ചതിന്റെ അതുള്ളത്. അപ്പോ നമ്മൾ ആക്ച്വലി നിങ്ങളെ അങ്ങനെ അധികം വളരെ ഡീറ്റെയിൽ ആയിട്ട് ആർക്കും അറിയില്ല. എനിക്ക് പോലും അറിയില്ല. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് ഒക്കെ കണ്ട് അങ്ങനെ നമ്മുടെ വലിയ കാര്യമായിട്ട് ആർക്കും അറിയില്ല. അങ്ങനെയല്ല, പേഴ്സണലി നിങ്ങൾ എവിടെയും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഭയങ്കര സമാധാനമായി വന്നിരിക്കുന്ന ഒരു വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളിങ്ങനെ കണ്ടന്റ് അല്ലേ, നിങ്ങളെ പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന്, എത്ര നാളായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? എന്ത് തോന്നുന്നു? നിങ്ങളുടെ ഒരു വൈബ് കണ്ടിട്ട് എനിക്ക് ലവ് മാരേജ് ആണെന്ന് തോന്നുന്നത്. കറക്റ്റ്. ആണോ? രൂപ സമ്മാനം. ലവ്
ലവ് ആയിരുന്നു. അറേഞ്ച്ഡ് അറേഞ്ച് ആയിട്ട് ഉം. നടത്തി തന്നു. രണ്ട് വന്നു ഞങ്ങളും നേടിയെടുത്തു. ഇത് ഞങ്ങളുടെ വിജയം. ആ ധീരതയുടെ കഥയൊന്ന് കേക്കട്ടെ. എന്ന് നിങ്ങളൊരു അത് മൊത്തം ഒന്നും പറയാൻ പറ്റത്തില്ല. കട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. എങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടി? ഞങ്ങള് കണ്ടുമുട്ടിയത് കോളേജിൽ വെച്ച്. ഞാൻ സൂപ്പർ സീനിയർ ആയിരുന്നു. എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ തേർഡ് ഇയർ. അങ്ങനെ BA ഇംഗ്ലീഷ് അത് ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ BA ഇംഗ്ലീഷ് ശരിക്കും BA ഇംഗ്ലീഷ് ആട്ടോ. അത് നമ്മുടെ മിക്ക കൊണ്ടും നമ്മുടെ ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നൊന്നുമല്ല. അപ്പൊ ഞാൻ BA കാര്യമൊന്നുമില്ല. BA ഇംഗ്ലീഷില് ട്രിപ്പിൾ മീൻ ആയിരുന്നു. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കമ്മ്യൂണിക്കേഷൻ. അടിപൊളി. എന്നിട്ട് ഞാൻ ഫൈനൽ ഇയർ ആയിരുന്നു. ഏതായിരുന്നു പഠിച്ചത്? ഞാൻ BCom. ശരി, നിങ്ങളൊരു കോളേജല്ലേ? BCom പഠിക്കും. അപ്പൊ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോ എങ്ങനെ കണ്ടുമുട്ടി? ആ ദിവസം നിങ്ങൾക്ക് എന്താ ഒരു ഓർമ്മയില്ല, ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസം പോലെ? കണ്ടുമുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തൊക്കെ പറയണ്ടെന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി. അല്ല, കണ്ടുമുട്ടിയതല്ല. ഞാൻ മൊത്തം പറയട്ടെ. എന്നാ പറ. ഇനിയിപ്പോ എന്താ 8 വർഷമായി എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷം. ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മള് കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് 3 years ആയെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി. അപ്പൊ ഞങ്ങളായിട്ട് വന്നത് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നിയിട്ടില്ല. ഇപ്പൊ ഹാജര ചോദിച്ച ഓ മൈ ഗോഡ്, എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഫോർ മൈ ലവ് സ്റ്റോറി. എവിടെ പോയി എനിക്കൊന്ന് മറ്റേ ആഘോഷരാവാ പറയാ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോ തേർഡ് ഇയർ ആണ്. അപ്പൊ ഞാൻ ചെല്ലുമ്പോ തന്നെ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജ് ഫുൾ അറിയാം. അതെന്താ, ഗ്യാങ്സ്റ്റർ ആയിരുന്നോ? അവരറിയപ്പെടുന്ന കൊച്ചു കുട്ട. അങ്ങനെയല്ല, അങ്ങനെ ഞാൻ തമാശക്ക് മനസ്സിലായി. തമാശക്ക് പറഞ്ഞല്ല, സീരിയസ് ആണ്. ആക്ച്വലി ആ ടൈമിൽ കുറച്ച് തല്ലിപ്പിളൊക്കെയായിരുന്നു. അറിയാലോ, ആ കോളേജ് കാലഘട്ടം ഉണ്ടല്ലോ. ഞങ്ങള് BCom മാർക്കറ്റിംഗ് 32 ആൺപിള്ളേരും ഒരു പെങ്കൊച്ചുമായിരുന്നു. സോ ഞങ്ങളത് എല്ലാ ഈ ഗ്യാങ്ങിന്റെ ഒക്കെ ഒരു തലവനുണ്ടല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ചില വാക്കുകൾ പറയാൻ കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ഗ്യാങ് കളിച്ച് ലീഡർ. അപ്പൊ ഞാൻ ചെല്ലുമ്പോ തന്നെ ഇച്ചനെ പറ്റി എനിക്ക് അറിയാം, കേട്ടിട്ടുണ്ട്. ഓ, അത്ര ഫേമസ്. നെഗറ്റീവ് പോസിറ്റീവ് പറഞ്ഞിട്ടില്ല. അതന്നെ നെഗറ്റീവ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോ ഒരു കൗതുകമൊന്നുമല്ല. അപ്പൊ നമുക്കും മനസ്സിലാവും, ഓ പുള്ളി ഇച്ചിരി ഇതാണ്, സീനായിട്ടൊക്കെ സീരിയസ് ആയിട്ടൊക്കെ നിക്കണം, എങ്ങാനും കണ്ടു കഴിഞ്ഞാന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ നമ്മള് പാട്ട് പാടാനൊക്കെ ഉള്ള അന്നേരം പോകുന്നോണ്ട് അവിടെ എന്തോ ഒരു ഫെസ്റ്റോ അതല്ല. ഓക്കെ, പാട്ട് പാടാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു പരിപാടിക്ക് പാട്ട് പാടാൻ വേണ്ടി കയറി. അപ്പൊ കയറി കഴിഞ്ഞപ്പോ പിള്ളേരെല്ലാരും ഭയങ്കര കൂവലായിരുന്നു. അല്ല, അങ്ങനെയല്ല, ചുമ്മാ ഓളം വെച്ച് ഓളം വെക്കാൻ മാത്രം കയറുന്ന കുറെ പിള്ളേരുണ്ടല്ലോ. അപ്പൊ ഞങ്ങള് പാട്ട് പാടി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കൂവലായിരുന്നു. അപ്പൊ ഇച്ചയും ടീമും കൂടെ ബാക്കിൽ വന്ന് നിന്നിട്ട് ഹീറോയോ ചുമ്മാ അതൊക്കെ ഇപ്പൊ ചാലി ഒന്നും മിണ്ടാതിരിക്കും. ഇത് ക്രിഞ്ചാണ്. പക്ഷെ ഇച്ച ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ കാണിച്ചു. അന്നേരം അവിടെ ഫുള്ള് സെറ്റിട്ട് വെച്ചായിരുന്നു. അല്ല, ഞാൻ കണ്ടതായിട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ എനിക്കറിയത്തില്ല ഇച്ചക്ക് എന്നെ അറിയോ ഇല്ലോന്നൊന്നും അറിയത്തില്ല. എനിവേ എനിക്ക് ഒരു ഇച്ചിരി ഒരു ഇതൊക്കെ ആയി. പുള്ളി അത്ര വലിയ എന്നാ പറയുന്നത്, ഭീകരൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തന്നു. അപ്പൊ അങ്ങനെ നമ്മള് പാട്ടൊക്കെ പാടി ഇറങ്ങി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ ഇപ്പൊ ഈ ഫസ്റ്റ് ഇയർ പിള്ളേർ വരുമ്പോ ഈ സീനിയേഴ്സിന് ഇങ്ങനെ ഒരു തപ്പി നടക്കലുണ്ടല്ലോ. അപ്പൊ ഇച്ച എവിടെയോ എന്റെ പേര് ഇങ്ങനെ കേട്ടു. ഓക്കെ, ഞാനിങ്ങനെ എവിടെയോ ഇങ്ങനെ പറഞ്ഞ് അതിന് മുന്നേ ഞാൻ എന്തോ പാട്ട് പാടാൻ എന്തോ കയറിണ്ടായിരുന്നു. അപ്പൊ ഇച്ച അന്നേരം ആ കോളേജിലില്ല. അപ്പൊ ഇങ്ങനെ എന്തോ കോളേജിൽ വന്നതിന് പറഞ്ഞു, എടാ ഇന്നലെ ഇന്ന് പെങ്കൊച്ച് പാട്ട് പാടാൻ കയറിണ്ടായിരുന്നു, ഇന്ന് ഫസ്റ്റ് ഇയർ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ കാണാൻ ഒരു ഇത് ആര് ഈ പെണ്ണെന്ന് അറിയാനുള്ള ഒരു ഉണ്ടാവുമല്ലോ. അപ്പൊ ഇച്ച ഇങ്ങനെ അല്ലേ എന്തോ ഒന്നും അപ്പൊ ഈ ടിൻഡു എന്ന് പറഞ്ഞ പേര് ഇച്ചിരി കയ്യിൽ കിട്ടിയോണ്ട് ഇവരുടെ ഗ്യാങ്ങും പിന്നെ ടിൻഡുവിന്റെ അന്വേഷണം നടപ്പായി. അപ്പൊ ഞാൻ ഇവര് ബികോം സെക്ഷനും ഞങ്ങളുടെ സെക്ഷനും വേറെയാ. അപ്പൊ ഒരു ദിവസം നമ്മുടെ ബ്ലോക്കിൽ നിന്ന് അങ്ങനെ വേറൊരു ബ്ലോക്കിലോട്ട് അങ്ങനെ കേട്ടില്ല. ഫ്രണ്ടില് സ്റ്റാഫ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇവരെ കയറ്റിവിടില്ല, കാരണം അത്ര നല്ല പിള്ളേരാണല്ലോ. അപ്പൊ ഇവരൊരിക്കലും കയറ്റിവിടില്ല. പക്ഷെ അന്ന് ആ പുതിയ എന്തോ ചേച്ചിയായിരുന്നു അവിടെ ഇരുന്നത്. ഇവര് എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ഇച്ച പറഞ്ഞു ഞാൻ ടിൻഡുവിന്റെ പപ്പയുടെ ചേട്ടന്റെ മോന, അവളെ സർപ്രൈസ് ആയിട്ട് ഒന്ന് കാണാൻ വന്നതാണ്.
അപ്പൊ ചേച്ചി വിചാരിച്ചു കാരണം അഭിനയം അന്നും അതെ. അറിയാലോ നന്നായിട്ട് അഭിനയിക്കാൻ. അപ്പൊ ചേച്ചി വിചാരിച്ചു സത്യം എന്ന് വിചാരിച്ചു. ആ. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ടിനുവിന് പപ്പയുടെ ചേട്ടന്റെ മോൻ വന്നേക്കുന്നു. എന്നാലും എന്റെ പപ്പയുടെ ചേട്ടന്റെ മോൻ കോയമ്പത്തൂർ പഠിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അവനെ വല്ല സർപ്രൈസ് അങ്ങനെ തരാൻ ഒരു വഴിയില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെന്നു. നോക്കി കഴിഞ്ഞപ്പോ അപ്പൊ എനിക്ക് താഴെ നിന്ന് കാണാം, മുകളിൽ നിന്ന് കാണാം ഈ താഴെ. ഞാൻ നോക്കിയപ്പോ ഒരു ബറ്റാലിയൻ ആൾക്കാർ താഴെ ഇങ്ങനെ മുകളോട് നോക്കി ഇടുക്കി ഇത് ആരെ ടിൻഡു. അപ്പൊ എനിക്ക് മനസ്സിലായി ആ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടായി. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് ഒന്ന് പറഞ്ഞു ചേച്ചി ഇത് എന്റെ ആരുമല്ല, ഞാൻ വരത്തൂല്ലെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ചേച്ചി പറഞ്ഞു വിട്ട്. അത് കഴിഞ്ഞിട്ട് പക്ഷെ ടിന്നുവിനെ കാണണല്ലോ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ കുറച്ച് ഇപ്പോഴും ബബ്ലിയൊക്കെ തന്നെയാ, അന്ന് കുറച്ചധികം ബബ്ലിയായിരുന്നു. അപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളും ഞാൻ ഏകദേശം ആ ഒരു വട്ടമുഖമൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരേപോലെ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ അവളാണ് ടിന്നു എന്ന് പറഞ്ഞിട്ട് അവളുടെ പുറകെ നടപ്പായി. കറക്റ്റല്ലേ ഞാൻ പറയുന്നത്? തമാശക്ക്. അപ്പൊ ഇവിടെ എന്റെ അടുത്തൊന്ന് പറയാൻ തുടങ്ങി, എടി നീ ഒരു കാര്യം ചെയ്യ്, അവരുടെ ഫ്രണ്ടിൽ ഒന്നും പോയി നിക്ക്, കാരണം അവർക്കൊന്നും മനസ്സിലാവണല്ലോ ടിൻഡു പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോകത്തൊന്നുമില്ല, കാരണം എനിക്കറിയില്ല ഇവരുടെ ടീം. അപ്പൊ ഞാൻ പറഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം ഇതുപോലെ തന്നെ ഇവര് പെട്ടെന്ന് കേറി വന്നപ്പോഴത്തേക്കും ഇവള് കണ്ടു ഇവരെ. എന്നിട്ട് ഇവള് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്നെ എന്റെ ക്ലാസ്സിൽ നിന്ന് ഒന്ന് വന്നേ നമുക്ക് ടോയ്ലറ്റിൽ പോകാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് സ്റ്റെപ്പ് ഇറക്കി താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ആൾക്കാർ ഇച്ചയും കൂട്ടുകാരൊക്കെ നിൽക്കുക. എന്നിട്ട് ഇവള് എന്റെ എനിക്ക് ഓർമ്മയില്ല. ഇവരെ വേറെ പിള്ളേരെ അന്വേഷിച്ചോണ്ടായിരിക്കാം. എനിവേ എന്നിട്ട് വേഗ ഇച്ചയുടെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നത് എന്റെ പൊന്നു ചേട്ടാ ഞാനല്ല ടിൻഡു, ദൈവം നിക്കണേ ടിൻഡു എന്ന് പറഞ്ഞു. അന്നാന്ന് തോന്നുന്നു ഇച്ചയ്ക്ക് മനസ്സിലാവുന്ന ഇതാ ടിൻഡു ആയിരിക്കണം, കാരണം അതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ ഒരു പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാര്. അവള് പിന്നെ ഒരു തമാശക്ക് ചെയ്താന്ന് പറഞ്ഞ് നമ്മളങ്ങ് വിട്ടു. എന്നിട്ട് ഇത് പ്രണയായത് എപ്പോഴാ? പ്രണയായത് ഞങ്ങൾ എന്നിട്ട് എന്താ പറയാ, എനിക്ക് ആളെ കണ്ടപ്പോ തൊട്ട് എനിക്ക് പിന്നെ ഒരു ചമ്മലും നാണമൊക്കെ ആയി. ഞാൻ അന്നേരം ഒന്നും പ്രപ്പോസും ചെയ്തിട്ടില്ല. അന്നേരം പ്രപ്പോസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. കണ്ടതെങ്ങനെയാന്നല്ലേ ചോദിച്ചേ? ഫസ്റ്റ് അങ്ങനെയാ ഇവള് പറഞ്ഞില്ല ഞങ്ങൾ പോയി ബ്ലോക്കിൽ പോയെന്ന് പറഞ്ഞില്ല. ഇത് ജസ്റ്റ് ഒരു ഫണ്ണ്, ഞങ്ങൾ ആ കൂട്ടുകാർ ഒരു എന്താ പറയാ ടൈം പാസിന് അങ്ങനെ പോയി വന്നതാ. അപ്പം അങ്ങനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മള് സംസാരിച്ചു, പരിചയപ്പെട്ടു, ചാറ്റിംഗ് തുടങ്ങിയില്ല ഫേസ്ബുക്ക് വഴി. അന്നേരം എന്നിട്ട് എനിക്ക് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നേരിട്ട് കാണുമ്പോ, കാരണം എനിക്ക് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. മീൻസ് ഇവരെല്ലാരും പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലാട്ടോ, അന്ന് ഭയങ്കര സീരിയസ് ആള്, ഭയങ്കര പാവ ഉള്ളില്, പക്ഷെ ഇങ്ങനെ ഭയങ്കര ജാടയൊക്കെ ഇട്ട് നാലാളെ കാണിക്കാനായിട്ട് ആ ഒരു സെറ്റപ്പിലാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ എനിക്ക് ഞാൻ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് നാളെ കാരണം എന്നും കാണില്ല. ഇൻ കേസ് എന്റെ ഫ്രണ്ട് ഒന്ന് ചോദിച്ചാൽ ഞാൻ ആകെ ചൂളി പോകും. അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് എനിക്കൊരു ദിവസം ഹായ് അയച്ചു. പക്ഷെ അന്നേരം ചാറ്റ് ചെയ്യുന്നതിന് അപ്പൊ ഞാൻ വിചാരിച്ചു ചാറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫ്രണ്ട്സായി, ഫ്രണ്ട്സായി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ദിവസം പാട്ട് പാടാൻ വേണ്ടി ഇതുപോലെ തന്നെ എന്തോ ഒരു പരിപാടിക്ക് വീണ്ടും കേറിയത്. അപ്പൊ ഞാനും ടീമും കേറി. ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ മൊത്തം കൂലായിരുന്നു. അത് നമ്മുടെ പരിപാടിക്ക് മാത്രമല്ല, ഇപ്പൊ ഞാൻ പാടിയത് ഓളായിരുന്നു. അപ്പൊ അന്നേരമാണ് ഓൾറെഡി ചില കണ്ടല്ലോ ഓൾറെഡി. ഇതുപോലെ തന്നെ ഞങ്ങളും ടീമും പാട്ട് പാടാൻ കയറി. പിള്ളേര് ഫുള്ള് കൂവല്. അപ്പോഴാണ് ഇച്ചയുടെ ടീമും അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പൊ എനിക്ക് കാണാം ഇങ്ങനെ കറക്റ്റ് നേരെയാ, നമുക്ക് കറക്റ്റ് സ്റ്റേജിന്റെ ബാക്കിൽ കാണാം. ഇച്ച കയറി വന്നു. എന്നിട്ട് ഇച്ച എല്ലാരും ഇങ്ങനെ കാണിച്ചു. ആ കാണിച്ചതും എല്ലാരും കൂടി. അപ്പൊ എനിക്കുള്ളിലൊരു ഇതായി, അത്ര വലിയ ദുഷ്ടനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. എന്റെ ഉള്ളിനുള്ളിലൊരു ചേട്ടാ വലിയ കുഴപ്പമൊന്നുമില്ല, ആൾക്കാർ പറയും പോലെ അത്ര ഭീകരമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഞങ്ങള് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് എന്റെ ഉള്ളിലൊരു ഇത് വന്നു, മിണ്ടാനുള്ളൊരു ഇത്, കാരണം അത്ര ഉപകാരം ചെയ്തു തന്നാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ചാറ്റൊക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങളുടെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. ഞാൻ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു എന്റെ കസിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ പോയായിരുന്നു. അതിന് മുന്നേ വിട്ടുപോയി, സോറി. ചാറ്റൊക്കെ ചെയ്തു. ചാറ്റൊക്കെ പ്രപ്പോസ് ചെയ്ത കാര്യം പറയണ്ടേ? അപ്പൊ ഈ എയർപോർട്ടിൽ കണ്ടപ്പോഴത്തേക്കും ഇത് കഴിഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്ത കാര്യം പറഞ്ഞിട്ടില്ല, അങ്ങ് പോവാ. എനിക്ക് ഇങ്ങനെ എന്താ പറയാ പറയാനൊരു ധൈര്യക്കുറവ്, നേരിട്ട് പറയാനൊരു ധൈര്യക്കുറവ്. അപ്പൊ ഒന്ന് കോളേജ് ചേട്ടന് എപ്പോഴും ഇഷ്ടം തോന്നി? ആദ്യം ഇഷ്ടം അങ്ങനെ നേരത്തെ തോന്നിയിരുന്നു. പിന്നെ കുറച്ച് പരിചയപ്പെട്ടു വന്നു കഴിഞ്ഞപ്പം അങ്ങനെ
അങ്ങനെ നമ്മൾ എന്താ ചാറ്റ് ചെയ്ത് വന്നപ്പം ആദ്യമൊക്കെ ചുമ്മാ തമാശയായിരുന്നു ഉള്ളത് പറയാലോ. പിന്നെ ചാറ്റ് ചെയ്ത് വന്നപ്പം നമുക്കൊരു ഇത് തോന്നുമല്ലോ, ഒരു ഇൻഫാക്ടേഷൻ. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഇച്ച ഒരു ദിവസം എന്റെ ഒരു ഫ്രണ്ട്, അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്, ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്, ബോയ്സ് ഒക്കെ ആയിട്ട് ഇച്ച കമ്പനിയാ, കാരണം എന്നെ പറ്റി അറിയണല്ലോ. അപ്പൊ ഇച്ചക്ക് അറിയാം ഞാൻ ക്ലാസ്സിൽ വരുന്നുണ്ടോ, ഞാൻ ഏത് ഡ്രസ് ആയിട്ടേക്കുന്നത്, ഞാൻ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കായിരുന്നു. അതൊന്നും അന്നേരം എനിക്ക് അറിയില്ലായിരുന്നു, പിന്നീട് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് വന്നിട്ട് പറഞ്ഞു, വിട്ടോ നിന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ എനിക്കൊരു അപകടം മണത്തു കേട്ടോ. അപ്പൊ പുള്ളി സ്റ്റെപ്പിന്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, നീ ഒന്ന് വരാൻ പറഞ്ഞ് അവൻ എന്നെ വിളിച്ചോണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പിന്റെ അവിടെ ഞങ്ങൾ ഇന്ന് സംസാരിക്കുക. പക്ഷെ ബ്രിട്ടോ വന്നത് കാരണം അത് നോർമൽ ആയിട്ടുള്ള കാര്യമില്ല. കാരണം ബ്രിട്ടോ 3 വർഷം അവിടെ പഠിച്ചിട്ട് അവിടെ ഒരു പെമ്പിള്ളേരോട് ഒരു മിണ്ടത്തില്ലായിരുന്നു. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു, അത് ചെറിയൊരു തേപ്പ് കിട്ടിയായിരുന്നു. ഒരു കോളേജിൽ പ്ലസ് ടു തേപ്പ് കിട്ടിയിട്ടാണ് ഈച്ച ഡിഗ്രിക്ക് അവിടെ ചേരുന്നത്. അപ്പൊ ഈച്ചക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അപ്പൊ ഭയങ്കര ഡൗൺ ആയിരുന്നു ആള്. അപ്പൊ പുള്ളിക്ക് പെമ്പിള്ളേരോടൊന്നും അങ്ങനെ വലിയ, പിന്നെ അങ്ങോട്ട് ആ ഒരു ഇത് ആ ഒരു കമ്പനി പോയി, കംഫർട്ടബിൾ അല്ലാണ്ടായി. അപ്പൊ ആ 3 വർഷം ഇച്ച ക്ലാസ്സിലുള്ള സിംഗിൾ പേഴ്സൺ ഭയങ്കര പെമ്പിള്ളേർ കാണാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡും അങ്ങനെ മിണ്ടാൻ താല്പര്യമൊന്നും ഇല്ല, സീരിയസ്ലി അങ്ങനെ ആയിരുന്നു. അപ്പൊ 3 വർഷം ഇതൊക്കെ ഞാൻ ഇച്ച പറഞ്ഞിട്ടല്ല ഞാൻ അറിയുന്നത്, പിന്നീട് അവിടെ നമുക്കറിയാലോ, അവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടുള്ള അറിവാ, നമ്മുടെ സീനിയേഴ്സും അവിടെയല്ലേ പഠിച്ചത്. അപ്പൊ എനിക്കിതൊക്കെ അറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാള് പെട്ടെന്ന് ഈ ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ വരുമ്പോ ഇങ്ങനെ പറഞ്ഞു പോവുമല്ലോ. അപ്പൊ ഇച്ച എന്നെ കാണാൻ വന്നപ്പോഴത്തേക്കും ആ ബ്ലോക്കിലുള്ള എല്ലാരും പറഞ്ഞു ഇച്ച അവിടെ എന്തോ സംതിങ് ഹാപ്പൻ ചെയ്യാൻ പോവാന്ന്. അപ്പൊ ഇച്ച വന്നപ്പോഴത്തേക്കും അവിടെ എന്തോ നടക്കാൻ പോകുന്നു അറിഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു റെക്ടാങ്കിൾ പോലെ. അപ്പൊ എല്ലാവരും പുറത്ത് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ സീനിയേഴ്സ് എല്ലാവരും. ഇതൊന്നും എനിക്കറിയില്ല, ഞാനങ്ങ് ഡയറക്റ്റ് ഇറങ്ങി പോയി സ്റ്റെപ്പിൽ നിന്നു. ഇച്ച എന്നെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു സമയം എടുത്തിട്ട് പറഞ്ഞാ മതി, നാളെ പറഞ്ഞാ മതി എന്ന്. അങ്ങനെയല്ലേ പറഞ്ഞേ, പറഞ്ഞാ മതി, മറ്റേ സമയം എടുത്ത് പറഞ്ഞാ മതി, നാളെ ഞാൻ വരാന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ പക്ഷെ എനിക്ക് അന്നേരം അങ്ങനെ ഒരു ഇല്ല, ജസ്റ്റ് ഫ്രണ്ട്സ്. കാരണം എനിക്ക് ദേഷ്യം അങ്ങനെ ഒന്നും ഇല്ല, ഞാൻ കംഫർട്ടബിൾ ആണ് ആളോട്. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ലല്ലോ, ഇല്ല അന്നേരം ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടപ്പോ പറഞ്ഞു, ചേട്ടാ എനിക്ക്, അന്നേരം ഞാൻ ചേട്ടാന്ന് വിളിച്ചോണ്ടിരുന്നത്, ചേട്ടാ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെ ഒരു രീതിക്ക് എനിക്ക് കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇഷ്ടമല്ലാന്ന് പറഞ്ഞേ. പിന്നെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്തു, ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, അപ്പൊ ഇഷ്ടമല്ല എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു ഇച്ചയ്ക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും. ഇച്ചയാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല. ഐ മീൻ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കുവോ അല്ലെങ്കിൽ അല്ലാത്ത കോൺവെർസേഷൻ ഒക്കെ ഉണ്ട്. അന്ന് എനിക്ക് ഇഷ്ടമല്ല ചേട്ടാൻ തിരിച്ചു പറഞ്ഞു. പിന്നെ ഇച്ച അതിനെപ്പറ്റി എന്നെ ഒരു കാര്യം പറഞ്ഞ് ശല്യം ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് പക്ഷെ എനിക്കറിയാം ഇച്ചിരി ഉള്ളിന്റെ ഉള്ളില് ഉണ്ടാവും, പക്ഷെ എന്നോടത് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇച്ച ഒരു ദിവസം എന്താ സംഭവം എന്താ കഴിഞ്ഞിട്ട് ഇച്ച ഒരു ദിവസം വന്നു എന്നെ കാണാൻ വേണ്ടി. ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് കോൺവെർസേഷൻ ഒക്കെ പോയി. ആ യൂണിഫോം ഇട്ടോന്ന് ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അത് കോളേജിലെ ലാസ്റ്റ് ഡേ ആണ്. കഴിഞ്ഞു. അപ്പം പിന്നെ പറയാനുള്ളത് ചേട്ടന്റെ ലാസ്റ്റ് ഡേ എന്റെ കോളേജിലെ തേർഡ് ഇയർ അല്ലേ. അപ്പൊ ഏതോ ടീച്ചർ ഇച്ചോട് പറഞ്ഞില്ലേടാ, നിനക്ക് അവളെ അങ്ങനെ നിനക്ക് അവളോട് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ പോവാണെങ്കിൽ പറഞ്ഞിട്ട് പോവാനോ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ? അത് ഞാൻ ഓർക്കുന്നില്ല. ഏതോ ടീച്ചർ എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞിട്ടുണ്ട്. അത് പറ. ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ആയിരുന്നോ? അല്ല, അത് ഓൾറെഡി എല്ലാവരും അങ്ങോട്ടും പറഞ്ഞിപ്പം അറിഞ്ഞു. അതായത് ആ കോളേജ് ഫുൾ അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അതൊരു ഗേൾസ് ഒന്നും ആയിട്ട് മിണ്ടാനൊന്നും ഇഷ്ടമില്ലാണ്ടെങ്കിൽ അല്ല ആ ഒരു ചേഞ്ച് ഓഫ്കോഴ്സ് എല്ലാവരും അത് നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അർജുൻ റെഡ്ഡി ആയിരുന്നോ ചെറുതായിട്ട്? ചിരിക്കുമ്പോ കിളിയുടെ സൗണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൊ അത് ഇച്ച ഒരു ദിവസം ഞങ്ങളുടെ ക്ലാസ്സിന്റെ അപ്പൊ ഞങ്ങൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഇച്ച ഒരു ദിവസം കൂടെ പാസ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടു. അന്നേരമാണ് ഇച്ച എന്നോട് പിന്നെ അങ്ങനെ പുള്ളിയിലൊക്കെ നടന്നുപോയി. അന്നേരം കണ്ടാണ് ഏതോ ഒരു ടീച്ചർ
എന്നെ കാണാൻ വേണ്ടിയാണ് ഉം. അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോയത്. മനസ്സിലായി. അപ്പോ ആ. എന്റെ ഏതോ ഒരു ടീച്ചർ ഉം. ഇച്ചടുത്ത് ചോദിച്ചു, എടാ നിനക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നിനക്ക് പറഞ്ഞോ? ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചിട്ട് പോയിക്കൂടെ എന്ന് ഉം. ചോദിച്ചു. ഉം. അപ്പൊ ഇച്ചത് സീരിയസ് ആക്കി എടുത്തു. ഉം. അതുവരെ ഇച്ചനെ ഒന്നും ശല്യം ചെയ്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇച്ച ഇതുപോലെ ഒരു ആണോ? Okay. അന്ന് കുറച്ച് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി സെലിബ്രേറ്റ് ചെയ്തു. Okay. കോളേജിന്റെ കോമ്പൗണ്ടിലും ചെറുതൊക്കെ അടിച്ചിട്ട് സെറ്റായി. സെറ്റ് ആയിട്ട് അന്നേരം പുട്ടച്ചേട്ടൻ പറയാനുള്ളൊരു അപ്പൊ ധൈര്യം കൂടി ധൈര്യം വന്നു. വീട്ടിൽ പാടും വന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചയുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും പോവാണ്, ഇനി കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ വിരഹം. വിരഹം. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ? കിട്ടിയാലോ. അപ്പൊ ഇച്ച വിചാരിച്ചു, പിന്നെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞില്ലേ, അപ്പൊ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് ഇച്ച ഒരു ദിവസം വൈകുന്നേരം ഞാൻ കോളേജിൽ നിന്ന് നീ ബസ് കയറാൻ നിൽക്കുവാ? ഞാൻ അന്ന് ബസ്സിനാ പോയിക്കൊണ്ടിരുന്നത്, കോളേജ് കോളേജ് ബസ്സിന്. ഞാൻ ബസ് കയറാൻ വേണ്ടി അല്ല, ഇച്ചിരി എന്റെ ഇതിലോട്ട് എന്റെ ബ്ലോക്കിലോട്ട് വന്നു. ഞാൻ ഇറങ്ങി, ഞങ്ങൾ രണ്ടുപേരും നോർമലായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ എനിക്ക് മനസ്സിലായിട്ടോ. കാരണം എനിക്ക് മണടിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു അടിച്ചോണ്ടില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു ഇതൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര കഴിവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് നടന്ന് കുറച്ചങ്ങ് പോയി, കുറച്ച് മരങ്ങളുണ്ട്, നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ചോക്ലേറ്റ് സിനിമ റെഫറൻസ് ഇതൊന്നും ഉണ്ടാക്കി പറയുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അന്നേരം ഇച്ചെന്റെ അടുത്ത് ഒന്നുകൂടെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇതുവരെ പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ലോ, എനിക്ക് ആ ഇഷ്ടം ഇപ്പോഴും തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് മരത്തിന്റെ ചുവട്ടില് നിൽക്കുന്നു. ഇച്ചനോട് വീണ്ടും പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഇപ്പോഴും ആ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ എന്താ പറഞ്ഞ, ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു ഇഷ്ടമല്ല. അത് എന്ത് സാധനം ചേച്ചി? ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പോവാന്ന് പറഞ്ഞാ തിരിഞ്ഞ് എന്റെ കയ്യില് ഇങ്ങനെ മുറുക്കൊക്കെ പിടിച്ചേക്കുവാ. ഐ മീൻ ഞാൻ അതുവരെ കാണാത്തൊരു വൃട്ടോചേട്ടൻ, അതുവരെ പറഞ്ഞു കേട്ടൊരു വൃട്ടോ, മറ്റേ വൃട്ടോയിലെ മറ്റേ ഇത് പുറത്ത് ചാടിയത് പറയും പോലെ. അപ്പൊ എനിക്ക് നന്നായിട്ട് വേദനെടുത്തു. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, ചേട്ടാ വീട് കാരണം അവിടെ ബ്ലോക്കിലുള്ള എല്ലാ ടീച്ചർമാരുണ്ട്, ചുറ്റും പുറം പിള്ളേരുണ്ട്. കാരണം അവര് കോളേജ് വിട്ടിരുന്ന ടൈമല്ലേ, പാസ് ചെയ്തോണ്ടിരിക്കുമല്ലോ എല്ലാരും. കാരണം എനിക്ക് അറിയില്ല എന്റെ ചുറ്റും ആരൊക്കെ നിന്ന് കാണുന്നുണ്ടെന്ന്. അപ്പൊ എന്ന് വെച്ചാൽ ഇച്ച വെള്ളം അടിച്ചേക്കും. കാരണം ഇച്ചക്ക് അന്നേരം അത്ര വലിയ ചിന്തിക്കുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് ഭയങ്കര ഇൻസൾട്ടാ. എന്നെ ഇങ്ങനെ കയറി പിടിച്ചേക്കുന്നു, ടൈറ്റ് ചെയ്ത് പിടിച്ചേക്കും. അപ്പൊ എനിക്ക് നന്നായിട്ട് കൈ വേദന എടുക്കുന്നുണ്ട്. വേദന എടുക്കട്ടെ എന്ന് ഓർത്ത് എന്നെ കണ്ട പിടിച്ചേക്കുന്നേ. ഞാൻ കുറെ പ്രാവശ്യം പിടിപ്പിക്കാൻ നോക്കി, വിട്ടില്ല. എന്നിട്ട് ഇച്ച എന്താ ചെയ്തെന്ന് ചെയ്തിട്ടില്ല. ഈ ഇച്ച ഈ കൈ പിടിച്ച് ഇങ്ങനെ വലിച്ചു നിർത്തിയിട്ട് എന്നെ ഉമ്മ വെച്ച്. എന്ത് സത്യം കിട്ടും. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. എന്ത് ധൈര്യത്തില് കരഞ്ഞിരുന്നെങ്കിൽ ഇച്ച ഡയറക്റ്റ് വന്ന് എന്റെ ഇവിടെ ഉമ്മ വെച്ച് പെട്ടെന്നായിരുന്നു. എന്നിട്ട് പറഞ്ഞു നീ പൊക്കോളാൻ. അപ്പൊ എന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. കുഞ്ഞു മനസ്സ് നൊന്തില്. അതൊക്കെ ഭയങ്കര റോങ് മെസ്സേജാ. ഇപ്പം അതൊക്കെ ഭയങ്കര മോശം. അന്നേരം ആ ഒരു മനസ്സിലായി. ഞാൻ പറഞ്ഞു സ്റ്റോറി ഞങ്ങൾ എന്തെന്ന് കല്യാണം കഴിച്ചു, അത് പറയാനും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. മനസ്സിലായില്ലേ? ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ, വളരെ മോശം. വളരെ മോശം. ചേച്ചി ഒത്തിരി വിഷമിച്ചാ. കാരണം ഞങ്ങൾ തമ്മില് അത്രയ്ക്കൊരു ബന്ധമില്ല, മനസ്സിലായില്ലേ? അപ്പൊ എനിക്കത് ഭയങ്കര വിഷമായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്ര വിഷമായി. എന്നിട്ട് ഞാൻ അന്ന് കരഞ്ഞോണ്ടാ വീട്ടിൽ പോയത്. വിചാരം ഉമ്മ വെച്ചാൽ കൊച്ചുണ്ടാവുന്നായിരുന്നു. അപ്പൊ അന്നത്തെ പ്രായത്തില് എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നേ, അവൾ എന്നോട് പറഞ്ഞാണേ, അവള് നേരത്തെ വിചാരിച്ചിരുന്നത് സംസാരിക്കുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് തുപ്പലും നിൽക്കുന്നില്ല. അന്നേരം കൊച്ചാണ് വന്നു. സത്യമായിട്ടും കുഞ്ഞില് അല്ല, ഒരു 10ാം ക്ലാസ് ഒക്കെ വരെ എന്തോ അവൾ എന്നോട് പറഞ്ഞ ഏരിയ. അപ്പൊ അതിലും വരാൻ ഞാനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞോണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്താ മെസ്സേജ് അയച്ചെന്ന് തോന്നല്ലേ? എനിക്ക് ഒന്നും ഓർമ്മയില്ല. അപ്പൊ ഞാൻ എന്തൊക്കെയോ ഞാൻ മെസ്സേജ് അയച്ചു, ചേട്ടാ ഉമ്മ സൂപ്പർ ആയിരുന്നു. അത്രയ്ക്ക് ദാരിദ്ര്യം എനിക്ക്. എന്നിട്ട് പിന്നെ അണ്ണന്റെ ഒരു അറിവുമില്ല. എനിക്ക് തോന്നുന്നു ഇച്ചിക്ക് മനസ്സിലായി. എനിക്ക് ഭയങ്കര കുറ്റബോധം. അത് ഞാൻ എപ്പോഴും പറഞ്ഞത് ഭയങ്കര ഒരു മോശം കാര്യം. എന്നോട് പറഞ്ഞത് അല്ല, ഞാനത് കാരണമുണ്ട്. എന്റെ മനസ്സിൽ ഇവക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള സംഭവമാണ്. അത് പറയാണ്ട് കളിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ വിചാരിച്ചത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഇച്ച എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തത് ഭയങ്കര തെറ്റായി പോയി, ഐ എം റിയലി സോറി, ഇനി ഒരു രീതിക്കും ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല, ഒരു ഫ്രണ്ടായിട്ട് പോലും നീ എന്നെ കാണണ്ട എന്ന് പറഞ്ഞു. സെന്റിമെന്റൽ ഡയലോഗുകൾ. അത് കഴിഞ്ഞിട്ട് ഇച്ചങ്ങ് മാറി, എന്നോട് പറഞ്ഞു വണ്ടി എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് താക്കോൽ ഊരിയായിരുന്നു കേട്ടോ, ഞാൻ പോവാണ്ടിരിക്കാൻ. ഇതെന്താ സിനിമ? എനിക്കത് ശീലമില്ലല്ലോ എങ്ങനെ അത്. ആക്ച്വലി സിനിമയൊക്കെ ഇപ്പൊ പറയുമ്പോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അന്നൊക്കെ ഇത് അല്ല, ഇപ്പൊ പറയുമ്പോ എനിക്ക് കേൾക്കുന്നവർക്ക് ക്രിഞ്ചായിരിക്കും, പക്ഷെ ഇതൊക്കെയാണ് നടന്നത്. താക്കോലൂരി, കാരണം ഞാൻ നല്ല ദേഷ്യത്തിലാന്നറിയാം. വണ്ടി വിട്ട് കൊണ്ടിരിക്കും, ഓടി വന്ന് താക്കോലൂരി, എന്നിട്ട് ഇത്രയും പറഞ്ഞു, താക്കോൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇനി പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ഉള്ളില് ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ മിണ്ടിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഇച്ചനെ കാണാണ്ടായി. എവിടെ മുങ്ങിയോ? നാട് മെസ്സേജ് ഇല്ല, കോളേജില് എന്തോ വന്നാലും എന്റെ ഫ്രണ്ടിലൊന്നും വരത്തില്ല. അപ്പൊ കഴിഞ്ഞു, പിന്നെ എക്സാമിനാ വന്നേ, അത് കോളേജ് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്നേരം എനിക്ക് വിഷമായി, മിസ് ചെയ്തു. അതായത് അന്നേരമാണ് എനിക്ക് മനസ്സിലായത്, തിരിച്ചറിഞ്ഞത്. അന്നേരമാണ്. അപ്പൊ എനിക്ക് എന്റെ ഉള്ളിന്റെ എന്തോ ഒരു ഇഷ്ടമുണ്ട് എന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇവളെ HOD വിളിപ്പിച്ചു, ഇവളുടെ മമ്മീനെ വിളിപ്പിച്ചു, വന്നം കോളേജിലേക്ക് വന്നെന്ന് പറഞ്ഞോണ്ട്. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മോക്ക് ഇങ്ങനെ ഒരാളായിട്ട് റിലേഷൻ ഉണ്ട്, ഞങ്ങളല്ലാതെ. അതായത് ഇവര് ഓൾറെഡി മമ്മീനെ വിളിച്ചത് പറഞ്ഞു, റിലേഷൻ ആന്ന് പറഞ്ഞു. അപ്പോ അത് പെട്ടെന്നുള്ളൊരു പറച്ചിലായി പോയില്ലേ. എന്നിട്ട് ഞാൻ കോളേജിൽ വിട്ടിട്ട് ഇറങ്ങാനിരിക്കാനും മുന്നേ എന്നെ വിളിപ്പിച്ചവര്, എന്നിട്ട് പറഞ്ഞു ബ്രിട്ടോ നിന്റെ ആരാന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു ചോദ്യമായി പോയത്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ട്സാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഫ്രണ്ട്സ് ഒന്നും അല്ല, ഓൾറെഡി ഇതാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു, മമ്മീനോട് ചോദിച്ചു. അപ്പൊ മമ്മീനോട് പറഞ്ഞു ഞാൻ നാളെ കോളേജിൽ വരുമ്പോ എന്നോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫ്രണ്ടാന്ന് എന്നെ പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു നാളെ ഞാൻ കോളേജിൽ വരുമ്പോ അവിടുന്ന് എനിക്ക് തന്നെ കേൾക്കണം എന്ന് പറഞ്ഞു, ഫ്രണ്ട്സാണ്. അപ്പോഴത്തേക്കും എന്റെ കാറ്റോ എന്റെ പൊന്നെ, ഞാൻ ചത്ത്. കാരണം ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ആ ഒരു ടൈമില്. കാരണം ബ്രിട്ടോനെ പറ്റി ആരും നല്ലത് പറയില്ല എന്ന് എനിക്കറിയാം, മനസ്സിലായില്ലേ. അപ്പൊ പിറ്റേ ദിവസം ചെന്നു, കാരണം ടീച്ചർമാർക്ക് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ റിലേഷൻ ആയപ്പോ എല്ലാവർക്കും ഒരു അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായില്ലേ. എല്ലാരും വിചാരം ഇച്ച എന്നെ അങ്ങ് ഇട്ടിട്ട് പോവും, അല്ലെങ്കിൽ ആ ഒരു ഇച്ചയുടെ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ അടുത്ത് ഇച്ച വേറെ ആളാ, എന്റെ അടുത്ത് ഭയങ്കര ഡിഫറെന്റാ, എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന, എന്നോട് പെരുമാറുന്നൊക്കെ ഭയങ്കര ഡിഫറെന്റാ. അപ്പൊ എനിക്കതല്ലേ ഇത് മീൻസ് എനിക്കതല്ലേ മനസ്സിലെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് പിറ്റേ ദിവസം മമ്മി വന്നു കഴിഞ്ഞപ്പോ എന്നെ അവർ പുറത്തിറക്കി വിട്ടിട്ട് മമ്മീനെ ഉള്ളിൽ കയറ്റിയിട്ട് ഇവരെല്ലാരും കൂടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അടിപൊളി ഇംപ്രഷൻ. അങ്ങനെയില്ല, ബ്രിട്ടോ കാര്യം അല്ല, ബ്രിട്ടോ കാര്യം നല്ലവരാണ്. പക്ഷെ എത്ര അടിയുണ്ടെങ്കിലും ഇച്ച അടിപൊളിയായിട്ട് പഠിക്കും, കൂടെ ഉള്ളവരൊക്കെ തോക്കും. ഈ പരിപാടിക്ക് പോയി കൂടെ ഇച്ച നന്നായിട്ട് ജയിക്കും. അതുകൊണ്ട് എല്ലാരും പറയുന്നത് എടാ നീയൊക്കെ നിർത്തിക്കോ, കാരണം ബ്രിട്ടോ നാളെ പോയി പരീക്ഷ എഴുതുമ്പോ ജയിക്കും, നീയൊക്കെ തോക്കും. ഇത് തന്നെയാണ് ഇത്ര നാൾ സംഭവിച്ചോണ്ടിരിക്കണേ, കാരണം അവന്റെ കൂട്ട് വിട്ടോ നീയൊക്കെ നശിക്കും എന്ന് പറയുന്നത്. ഇച്ച നന്നായിട്ട് പഠിക്കുകയും ചെയ്യും, എന്ത് പരിപാടി വിളിച്ചാൽ പഠിക്കും. അപ്പൊ ഇത് തന്നെ ടീച്ചർമാര് പറഞ്ഞു ബ്രിട്ടോ 3 വർഷത്തെ കലാപ്രതിഭയായിരുന്നു, 3 വർഷത്തെ കോളേജിലെ കലാപ്രതിഭയായിരുന്നു. ബ്രിട്ടോ 3 വർഷത്തെ കലാപ്രതിഭയാണ്, നന്നായിട്ട് പഠിക്കും. ആ 2-3 കാര്യങ്ങൾ നല്ലത് പറഞ്ഞിട്ട് ബാക്കി ഫുള്ള് പറഞ്ഞാൽ കിട്ടിയ. അപ്പൊ പോസിറ്റീവിനെക്കാളും കൂടി നെഗറ്റീവായി. അപ്പൊ എന്റെ ഓഫ്കോഴ്സ് എന്റെ മമ്മിക്ക് അന്നേരം ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ കോളേജിൽ അറിയപ്പെടുന്ന ഒരു തെല്ലുകൂടി ചെറുക്കൻ എന്റെ മോളെ വളയ്ക്കാൻ വേണ്ടി നോക്കുന്നു. മമ്മിനെ തെറ്റു പറയാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് പ്രശ്നം ആരംഭിക്കുന്നത്. എന്റെ പൊന്നി, അപ്പൊ എനിക്കങ്ങനെ ഭയങ്കര വിഷമമായി. പറയേണ്ടതും പറയാൻ പാടില്ലാത്തതുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതൊരിക്കലും അങ്ങനെ എനിക്കറിയാം, അത് മീൻസ് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ നമുക്ക് ഒരാളെ പറ്റി പറഞ്ഞു കേൾപ്പിക്കണേ, അവരുടെ കുറച്ച് ലിമിറ്റേഷനും കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ടീച്ചർമാർക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു. അപ്പൊ എനിക്ക് എല്ലാം അറിയാം. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാര്യം, ഇപ്പൊ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നല്ല സൈഡല്ല. ഈ ചെന്നോട് ഒരു നല്ല സൈഡും പറഞ്ഞിട്ടില്ല, മനസ്സിലായി. അതൊക്കെ ഞാനായിട്ട് മനസ്സിലാക്കി എടുക്കുക. ഇച്ച എന്നോട് ഇച്ചയുടെ എല്ലാം നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്. ഇച്ചാണെങ്കിൽ 10th മുതൽ ഇച്ച സ്വന്തം അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഐ മീൻ പോക്കറ്റ് മണിയും എല്ലാം. ഇച്ച പോകാത്ത ഒരു പണികളും ഇല്ല. ഇച്ച എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൂ കെട്ടാൻ പോയിട്ടുണ്ട്, വലിയ മറ്റേ ബിൽഡിങ്ങിന്റെ മുകളിൽ ഉള്ള കാര്യങ്ങളാണ്. ഇച്ച ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്ന ആളാ അത്. അപ്പൊ ഇതെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ എന്നോട് ഹൈഡ് ചെയ്ത് വെക്കാറുണ്ടല്ലോ. ഇതെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് എല്ലാം ഓപ്പണായി പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ മമ്മി കേട്ടത്, ഈ കേട്ട കാര്യങ്ങളെല്ലാം. അപ്പൊ ഇത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവര് കേൾക്കുമ്പോ അത് വേറെ മമ്മി കേൾക്കുമ്പോൾ വേറെ വേർഷൻ, മനസ്സിലായില്ലേ. അപ്പൊ എനിക്കങ്ങ് മീൻസ് എന്റെ ഉള്ളിലങ്ങ് ഇതായി, എന്തിനാ അത്രയും കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചേ. ഓക്കെ,
അവർക്ക് പറയായിരുന്നു നോക്കി ഇത് നിർത്താൻ പറയായിരുന്നു എന്ന് വെച്ചാൽ ഇച്ചയുടെ എല്ലാ ഹിസ്റ്ററി ഇതെല്ലാം പറയണ്ടായിരുന്നു. പറയേണ്ട ആവശ്യമില്ല, കാരണം അത് എനിക്കറിയാമില്ല. പിന്നെ എനിക്ക് നമുക്ക് ഇങ്ങനെ എതിർപ്പ് കൂടുമ്പോ അങ്ങനെ മറ്റേ റിബൽ ഭാഷ ആവത്തില്ലേ. അല്ല അതിന്റെ ഇടയ്ക്ക് ഞാൻ മറ്റേ എന്നതിന്റെ മൊയ്തീൻ സിനിമയെ കൊണ്ടേ കാണിച്ചായിരുന്നു ഒരു ക്ലാസ് കിട്ടിയത്. ഈ ഒരു ഫീൽഡിൽ അതുകൂടെ കാണുമ്പോ ഒന്ന് ആലോചിച്ച് അത് എന്റെ ദൈവം. കഴിഞ്ഞിട്ട് ഇത് കഴിയുമ്പോഴത്തേക്കും മൊത്തം പ്രശ്നമായി. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മമ്മീനോട് മിണ്ടാതെയായി. യാ എന്ന് വെച്ചാൽ ഞാനും മമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വർഷങ്ങളോളം വേണ്ടിയില്ല കൂട്ടോ വർഷങ്ങളോളം ഒരു വർഷത്തോളം പോയെന്ന് എനിക്ക് തോന്നിയ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു. മമ്മീനെ സംബന്ധിച്ച് മമ്മീനോട് പറഞ്ഞു എന്നെ ആള് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞ ഡയലോഗ് എന്റെ മോളെ കൊന്നു കളഞ്ഞാൽ നിനക്ക് ഇടിച്ചെടുത്തില്ല പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ തോർത്തു അവള് കേട്ടോളി എന്നെ മാത്രമേ എടുത്തോളൂ പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ അങ്ങനെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്ന അറിയോ, ഇവര് എന്നെ വിളിക്കാത്ത ആൾക്കാരില്ല. ഇവളുടെ മമ്മി വിളിക്കുന്നു, പള്ളിയിൽ അച്ഛൻ വരെ എന്നെ വിളിച്ചു. ഇവളുടെ പള്ളിയിൽ വികാരി അച്ഛനല്ലേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നീ കാരണം ഒരു കുടുംബം മൊത്തം പ്രതിസന്ധിയില്ല, നീ ഇതിന്ന് പിന്മാറണം എന്ന് പറഞ്ഞു. എന്താ പറയാ, ഞാൻ പള്ളി കേട്ട് ഭയങ്കര അടുത്തുന്ന ഒരാളാ. ഞാൻ മനസ്സിലായി നമ്മള് ഫോളോ ചെയ്യണ വർഷങ്ങളായിട്ട് ഞാൻ, കാരണം അച്ഛനെ കേട്ട് ഞാൻ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്ന അതിനിടയ്ക്ക് നിൽക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പെട്ടോനെ അറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം അതിപ്പോ എനിക്ക് പറയാൻ പറ്റും, അന്ന് എനിക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലോ. കാര്യം ഓർത്തെ എന്നിട്ടുണ്ടല്ലോ അവര് ഇവളുടെ മനസ്സ് മാറ്റാൻ വേണ്ടിട്ട് ഇവളെ ധ്യാനത്തിന് വിട്ടു. കുടുംബം അടങ്കം ധ്യാനത്തിന് വെക്കുക. എന്നിട്ട് ഞാൻ 3 ദിവസത്തിന് ഞാൻ അങ്ങോട്ട് അല്ലായിരുന്നോ, 3 ദിവസമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഫോണൊന്നും ഇല്ലല്ലോ. 3 ദിവസം ഫുൾ അവര് ധ്യാനത്തിന് വിളിക്കുക. അപ്പൊ ഞാനാണ് എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇങ്ങനെ ചില കേസൊക്കെ മാറിപ്പോയിട്ടുണ്ടാ, ധ്യാനം കൂടി മനസ്സൊക്കെ മാറി. അപ്പം 8 വർഷം മുന്നുള്ള കാര്യം അന്നൊക്കെ വിടുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു ഇനിയിപ്പം എന്നാ ചെയ്യും എന്നൊക്കെ ഓർത്തിരിക്കുക. അപ്പം 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്ന് എനിക്ക് കോള് വരിക. അപ്പം ഏതോ ഇൻബോക്സിൽ നിന്ന് ഇട്ട് വിളിച്ചേക്കുക. പറയാ ഇത് കഴിഞ്ഞിട്ടോ, ധ്യാനമൊക്കെ കഴിഞ്ഞിട്ടോ, ഞാൻ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്, എന്റെ മനസ്സൊന്നും ഒട്ടും മാറിയിട്ടില്ല പറഞ്ഞു. അതൊക്കെ ഇൻബിറ്റ്വീൻ സംഭവിച്ച കാര്യങ്ങളാ. പിന്നെ അന്നേരം ഞാൻ പറഞ്ഞില്ല മമ്മി മിണ്ടത്തില്ലായിരുന്നു ഇത്രയും നാള്. അപ്പൊ മമ്മി മിണ്ടാണ്ടായപ്പോ തന്നെ ഞാൻ ഭയങ്കര ഡൗൺ ആയി. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞില്ല എനിക്കത് താങ്ങാവുന്ന ഒരു അപ്പുറമായിരുന്നു. സോ ഇച്ച എന്നെ കാണാൻ വരും. അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് നടക്കുന്നത് മറ്റേ ഇച്ച ഓൾറെഡി മറ്റേ ഇതിന് കയറി എംകോമിന് കയറിയ സമയത്താ. ഞാൻ എംകോം അപ്പോഴേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഞാൻ ഇൻഫോ പാർക്കിൽ ജോലിക്ക് കയറിയായിരുന്നു അക്കൗണ്ട്സിൽ. അത് ആ ഒരു ടൈമിൽ ഇത് ഫുള്ള് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇച്ച എന്നെ കാണാൻ വരും. കാണാൻ വന്നിട്ട് വൈകുന്നേരം ഞാൻ ഇറങ്ങാൻ നേരത്തെ, കാരണം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വേറൊരു മൂടാന്ന് വെച്ചൊക്കെ അറിയാം, അവിടെയുള്ള ബേക്കറി കൊണ്ടുപോയി എനിക്ക് ഫുഡൊക്കെ മേടിച്ച് തന്നിട്ട് എന്നെ വിടുന്നത്. അപ്പം മമ്മിക്ക് അറിയാം ഞാൻ വീട്ടിൽ എത്താൻ ലേറ്റ് ആകുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. എന്നിട്ട് അച്ഛൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ നീ വന്നിട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്ത് തരണം, വേറൊന്നുമല്ല പള്ളിയിൽ വന്നിട്ട് ലെറ്റർ പാഡിൽ എഴുതി സൈൻ ചെയ്ത് തന്നെ. പിന്നെ ഇവള് ഏതാണ് കത്തോലിക്കയാണ്, ഞാൻ യാക്കോബിറ്റ. അപ്പം അവിടെ വന്നിട്ട് ലെറ്റർ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടല്ലേ. പിന്നെ അന്നത്തെ അറിയാലോ ഈ പിന്നെ വീട്ടുകാരും ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെ കുറച്ചുകൂടി രീതിയിൽ എണ്ണ ഒഴിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഇത് ഒരു രീതിക്കും നടക്കരുതെന്നുള്ള ഒരു ഇതായിരുന്നു മൊത്തത്തിൽ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക്. കോളേജിൽ നിന്നാണെങ്കിലും അപ്പോഴാണെങ്കിൽ നമുക്ക് കൂടുതൽ അങ്ങോട്ട് പ്രഷറല്ല, അന്നേരം എനിക്ക് കൂടുതൽ എനിക്ക് ഇങ്ങ് പറ്റാണ്ടായി. മനസ്സിലായില്ലേ, എനിക്ക് ഈ ഒരു വ്യക്തിയിലാണ് എനിക്ക് പറ്റത്തില്ല ഓൾറെഡി. പക്ഷെ അത് എനിക്ക് എങ്ങനെ ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ ഞങ്ങളോട് കുറെ ആൾക്കാർ പറഞ്ഞു രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചിലപ്പോൾ മെച്ചോർഡായിരിക്കും, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭയങ്കര മെച്ചോർഡാ. നമ്മൾ എന്തിനാ ഒളിച്ചോടുന്നേ, അതിന്റെ ആവശ്യമില്ല. നമ്മള് വേറെ ഒന്നും തെറ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കുന്നു. അതിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇച്ചേനെ കല്യാണം കഴിക്കുള്ളൂ, ഇച്ച എന്നെ കല്യാണം കഴിക്കുള്ളൂ, ഞങ്ങൾ തമ്മിലൊരു ഉറപ്പുണ്ട്. അപ്പോ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവർക്ക് കൂടുതൽ വിഷമം ഉണ്ടാകത്തുള്ളൂ, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകത്തുള്ളൂ. സോ ഇച്ചനോട് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, മമ്മിയുടെ എതിർപ്പോ പപ്പയുടെ എതിർപ്പോ അങ്ങനെ തന്നെ നിന്നോട്ടെ, നീ ഇനി അതിനെപ്പറ്റി തർക്കിക്കാനൊന്നും പോണ്ട, എന്ന് അവർ സമ്മതിക്കുന്നോ അന്ന് മതി. അതിപ്പോ എത്ര നാളാണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൾക്കാരൊന്നും പറയണം നോക്കണ്ട, എന്നും എന്ത് കാര്യം കണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുന്നു ഒരു വാക്ക് വെച്ച് എനിക്ക് തന്നു. അപ്പോ എന്നിട്ട് ഞാൻ പള്ളിയിൽ ആ സമയത്ത് പോയി എഴുതി കൊടുത്തു കേട്ടോ. പള്ളിയിൽ ഞാൻ പോയി, ഇവളുടെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എനിക്കൊരു എഫ്സി ബൈക്ക് ഉണ്ടായിരുന്നു, ഞാൻ അതിൽ ഒറ്റയ്ക്ക് പോയി. അപ്പൊ എന്നോട് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഒറ്റയ്ക്ക് പോയത് എന്തെങ്കിലും ചതിയായിരിക്കും പോരെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞേ ഇല്ല ഞാൻ മൊക്കളെന്ന് പറഞ്ഞു ഞാൻ നേരെ പോയി. ഇവിടെ ചെന്നപ്പോ ഇവളുടെ പപ്പയാണ് നല്ല കൂൾ മനുഷ്യനായിരുന്നു.
പുള്ളി അതിനെ കലിപ്പൊന്നും ഒന്നും കാണിച്ചില്ല, ഇതൊക്കെ മോശമല്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ഉപദേശം. ആ അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതി കൊടുത്തു. ചായ കുടിക്കണോ എന്നൊക്കെ ചോദിച്ചു. വേണ്ട എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് പപ്പ തിരിച്ച് വീട്ടില് വന്നു. കുഴപ്പമൊന്നുമില്ലടി, അവൻ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എല്ലാരും വിചാരിച്ചു ഇച്ചെന്തോ പ്രശ്നം ഉണ്ടാക്കുന്ന ആളെ, മനസ്സിലായില്ലേ? ഐ മീൻ ഈ മമ്മി ഓൾറെഡി ആ കേട്ട കാര്യങ്ങളുണ്ടല്ലോ, മമ്മി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ പറഞ്ഞില്ലേ, അത് ഓൾറെഡി പോയി. അപ്പൊ അതിനി തെളിയിക്കണമെങ്കിൽ നമുക്കത് തെളിയിക്കണമെങ്കിൽ വാക്കും കൊണ്ട് തെളിയിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്ത് കാണിച്ചാൽ തെളിയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ മോതിരത്തിന്റെ കേസ് പിടിച്ചെന്ന് പറഞ്ഞില്ലേ, അന്നേരം മമ്മി എന്റെ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചു, ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഫ്രണ്ട് പറഞ്ഞു ഉണ്ട് ആന്റി, അവൻ ഇപ്പോഴും വരാറുണ്ട്, അവര് വൈകുന്നേരം കാണാറുണ്ട്. അപ്പൊ അവള് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, ആന്റി ഇപ്പൊ എത്ര നോക്കിയാലും അവരെ തമ്മിൽ പിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു മമ്മിക്ക് എന്നാലും അങ്ങ് സമ്മതിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് മമ്മീന്റെ അടുത്ത് പറഞ്ഞു, നീ വേണമെങ്കിൽ അവനെ കല്യാണം കഴിച്ചോ, പക്ഷെ ഞാൻ അവനെ മരുമോനായിട്ട് അംഗീകരിക്കില്ലെന്ന്. ഇതെന്താ മറ്റേ തോക്കുണ്ട് വെടിവെക്കരുന്ന് പറഞ്ഞായിപ്പോയി. ഞാൻ എന്റെ മമ്മി എടുത്ത് വെച്ചു, ഇതെന്താ തോക്കുണ്ട് വെടിവെക്കരുന്ന് പറഞ്ഞായി പോയല്ലോ. ഇപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞു, പക്ഷെ അന്നൊക്കെ സീരിയസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചടുത്ത് പറഞ്ഞു, അന്നേരം ഇൻഫോ പാർക്കിൽ ജോലിയൊക്കെ ആയി ഒന്ന് സെറ്റായി. അപ്പൊ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി വിട്ടോ വിളിച്ചു കഴിഞ്ഞാൽ മമ്മി ഒന്ന് സംസാരിക്കാവോ? മമ്മി അന്ന് കേട്ട ഒരു ആളല്ല, അന്ന് കോളേജിൽ അന്ന് കേട്ടൊരു ആളല്ല ബ്രിട്ടോ. ഇപ്പോ അവിടുന്ന് പഠിത്തം കംപ്ലീറ്റ് ആക്കി ഇപ്പൊ ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നേ. മമ്മി ഇത്രയൊക്കെ ആയില്ലേ, ഇത്രയും ഞാൻ ഇത് ചെയ്തില്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ചക്കൊക്കെ വേണ്ടി ഞാൻ കൊണ്ടേക്കുന്ന അടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അടിക്കുന്നത് ഒരു സടി ഉണ്ട്. ഞാൻ ഇങ്ങനെ കറങ്ങിയൊക്കെ കൊണ്ടിട്ടുണ്ട്. കാരണം പക്ഷെ എത്ര ഒരു ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോ നിങ്ങൾ എത്ര അടിച്ചാലും എന്റെ മനസ്സ് മാറില്ല, എന്നെ എത്ര അടിച്ചാലും കാര്യമില്ല. ഇപ്പൊ ഉച്ചയ്ക്ക് തമാശ എനിക്ക് നല്ല കിട്ടിയിട്ടുണ്ട്. നാട്ടുകാർക്കും വീട്ടുകാർക്കുമാണ് പിന്നെ പ്രശ്നം മൊത്തം. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അത് ഞാൻ അവരെ സമ്മതിക്കുന്നു കേട്ടോ. പപ്പയും മമ്മീന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ വേറെ ഒന്നും നോക്കുന്നില്ല, അവൻ എങ്ങനെയാണോ അവന്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ ഇപ്പോ അത് മാത്രം മതി ഞങ്ങൾക്ക്. അല്ലെങ്കിൽ അവന്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ പാസ്റ്റോ അല്ലെങ്കിൽ വീട്ടുകാർ ഒന്നും അവർക്ക് അറിയണ്ട. നീ ഹാപ്പിയാണോ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, മമ്മി ഓൾറെഡി ഇച്ചയുടെ ആ ക്യാരക്ടറൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പപ്പ ഓഫ് കോഴ്സ് മമ്മി പറയുമല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഹാപ്പിയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നടത്തി തരാം, പക്ഷെ ഞാനൊന്ന് പോയി അവരുടെ നാട്ടിലൊന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നാട്ടില് അന്വേഷിക്കാൻ വന്നേക്കോണേ. അപ്പം എന്റെ ചേട്ടൻ പുള്ളി നാട്ടിൽ എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇച്ചാണെങ്കിലും മറ്റേ രാത്രി കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് കെട്ടി ആരാണ്ടൊക്കെ ഇച്ചെടുത്ത് നീ ഭയങ്കര ഷോ അല്ലേന്ന് പറഞ്ഞു. അപ്പൊ ഇച്ചക്ക് ദേഷ്യം കയറിയിട്ട് പിന്നെ അത് കഴിഞ്ഞ പിന്നെ രാത്രി 7 മണിക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അവരുടെ ഫ്രണ്ട് കൂടെ പോകും. അങ്ങനത്തെ ആൾക്കാരെ ദേഷ്യം പിടിപ്പിക്കണ ഇച്ചക്ക് ആ ഒരു പ്രായത്തിന്റെ ഒരു ഇത്. അന്നത്തേക്ക് ഞാൻ അപ്പൊ എല്ലാം സെറ്റായല്ലോ. പപ്പ എന്നോട് പറയാ നാട്ടിൽ പോയി അന്വേഷിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ ചേട്ടൻ എന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാ. പുള്ളി ഭയങ്കര കാമാണ്. ഇപ്പൊ കണ്ടില്ലേ ചേട്ടൻ ഭയങ്കര ഒരു അപ്പം പിന്നെ എന്റെ ജംഗ്ഷനിലൊക്കെ ഉള്ള ആൾക്കാർ ഓർത്തിട്ടാണ് ഞാൻ ചേട്ടനും പുള്ളി അനിയനാന്നാണ്. അത് അങ്ങനെ ചേട്ടൻ കുറച്ചുകൂടെ കുഞ്ഞായിരുന്നു നേരത്തെ. ആ ഒരു ഇതില് ഇച്ച കുറച്ചുകൂടെ ഒരു ചേട്ടൻ സെറ്റപ്പ്. ചേട്ടൻ ഭയങ്കര ഒരു കാമാൻ കോയറ്റ് ഒരാള്. അപ്പൊ പപ്പ അന്വേഷിക്കാൻ പോയപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ടെൻഷൻ. ദേവിന് ഇത് മുടങ്ങി, എന്റെ വിചാരം മുടങ്ങി. ഇനി കാരണം അന്വേഷിച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ടും നല്ലതൊന്നും കേൾക്കത്തില്ല. കാരണം നാട്ടുകാർ ഉറപ്പായിട്ട് പാസ്റ്റ് എടുത്തിടും. അവരൊരിക്കലും പ്രശ്നം നല്ല കാര്യങ്ങൾ പറയില്ല. പ്രത്യേകിച്ച് ആരെങ്കിലും വന്ന് പുറത്തുനിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമല്ലോ എന്തെങ്കിലും കല്യാണ ആലോചനയൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ നാട്ടുകാർക്ക് ഇഷ്ടമല്ല. അപ്പൊ പപ്പ പോയി. പപ്പ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ പപ്പ എന്നിട്ട് പറയാ, എടി മമ്മിയുടെ പറയാ, എടി ചെറുക്കനെ പറ്റി ചോദിച്ചു, അടിപൊളി ചെറുക്കനാ, അവനെ പറ്റി ആരൊരു മോശം പറഞ്ഞില്ലാന്ന്. എന്താ സംഭവം, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പൊ പറയാ ഞാൻ ഓൾറെഡി ആ കടയിൽ ഞാൻ പിന്നെ സാധനം മേടിക്കാൻ പോയായിരുന്നു. അപ്പൊ പറഞ്ഞു, എടാ ഒരു കല്യാണക്കാർ വന്നിട്ടുണ്ടായിരുന്നു, നിന്റെ അനിയനെ പറ്റി അന്വേഷിച്ചിട്ട് പോയേക്കണേ. എന്നോട് പറയുക, നിന്റെ അനിയനെ പറ്റി അന്വേഷിച്ചിട്ട് പോയേ, ഇളയ ചെക്കനെ ചോദിച്ചോളൂ അവര്. അപ്പൊ പറയാ ഞങ്ങൾ നന്നായിട്ട് നല്ലത് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന്. പപ്പ ചോദിച്ചു ഇന്ന സ്ഥലത്തെ ഇളയ ചെറുക്കൻ എങ്ങനെയുണ്ടെന്ന്. ആൾക്കാരുടെ വിചാരം ചേട്ടായി ഇളയത്. അപ്പൊ ചേട്ടനെ പറ്റി നല്ല ചേട്ടായി ആക്ച്വലി ഞാൻ പറയാ ഒരു കുഴപ്പമില്ലാണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാ. അപ്പൊ ഷാള് മാറിപ്പോയി, എന്തോ ഒരു ഭാഗ്യത്തിന് ആള് മാറിപ്പോയി. ചേട്ടൻ പറഞ്ഞു,
ആ മോനെ സൂപ്പർ ആയിട്ട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണം നടന്നിരിക്കുന്ന അല്ലെങ്കിൽ സംഭവം നടക്കൂല. എന്റെ ജീവിതമേ ഓൾറെഡി അത്രയും കട്ടപ്പോകല് നിക്കുവാ, വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയത്. എന്നിട്ട് അപ്പൊ തിരിച്ചു വന്നു. പിന്നെ Set ആയി.